ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഒക്ടോബർ 31 വെള്ളിയാഴ്ച വിവിധ ഭാഷകളിലായി ഒട്ടനവധി സിനിമകൾ തിയേറ്ററിലെത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ലോക ചാപ്റ്റർ 1 ചന്ദ്ര, കാന്താര ചാപ്റ്റർ 1 എന്നീ രണ്ട് സിനിമകളും ഇന്ന് രാത്രിയോടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കുകയുമാണ്. പ്രണവ് മോഹൻലാൽ നായകനായി രാഹുൽ സദാശിവൻ തിരക്കഥ സംവിധാനം ചെയ്യുന്ന ഡൈസ് ഈറയാണ് നാളെ ഒക്ടോബർ 31 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്ന പ്രധാനപ്പെട്ട മലയാള സിനിമ. ഔദ്യോഗിക റിലീസിംഗ് നാളെ ഒക്ടോബർ 31-നാണെങ്കിലും ഇന്ന് ഒക്ടോബർ 30 വ്യാഴാഴ്ച രാത്രി 9:30 മണിയോടെ ലോകമെമ്പാടുമായി ഈ സിനിമയുടെ പ്രീമിയർ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മാത്രം 144 പ്രീമിയർ ഷോകളാണ് ഇന്ന് രാത്രി സംഘടിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ പ്രീമിയർ ഷോ അഡ്വാൻസ് ബുക്കിംഗിലൂടെ മാത്രം ഈ സിനിമ 65 ലക്ഷം രൂപയും നാളെ ഒക്ടോബർ 31 വെള്ളിയാഴ്ചയിൽ റെഗുലർ ഷോ അഡ്വാൻസ് ബുക്കിംഗായി 60 ലക്ഷം ഉൾപ്പെടെ 1,25 ലക്ഷം രൂപയാണ് ഫസ്റ്റ് ഡേ കേരള പ്രീസെയിൽ കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. സിനിമയെക്കുറിച്ചുള്ള ആദ്യ അഭിപ്രായഗതികളെല്ലാം തന്നെ ഇന്ന് രാത്രിയോടെ തന്നെ പുറത്തു വരുന്നതുമാണ്. തെലുങ്ക് സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല ഇന്ത്യയിലും ലോകമെമ്പാടുമായി വമ്പൻ തരംഗമായി മാറിയ സിനിമയാണ് ബാഹുബലി. 2015 ബാഹുബലി ദി ബിഗിനിങ്ങും 2017 ബാഹുബലി 2 ദി കൺക്ലൂഷനും തിയേറ്ററിലെത്തി വമ്പൻ ബോക്സ് ഓഫീസ് വിജയം നേടിയെടുത്ത സിനിമയാണ്. SS രാജമൗലി തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ പ്രഭാസ്, റാണ ദഗപതി, അനുഷ്ക ഷെട്ടി, തമന്ന ഭാട്ടിയ, രമ്യ കൃഷ്ണൻ, സത്യരാജ്, നാസർ സുബ്ബരാജു എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ചിത്രത്തിന്റെ ആദ്യ ഭാഗവും രണ്ടാം ഭാഗവും സമന്വയിപ്പിച്ചുകൊണ്ട് നാളെ ഒക്ടോബർ 31 വെള്ളിയാഴ്ച ബാഹുബലി ദി എപ്പിക് എന്ന പേരിൽ റീ റിലീസായ ചിത്രം വീണ്ടും തിയേറ്ററിലെത്തുകയാണ്. ആദ്യ ഭാഗത്തിന്റെ ദൈർഘ്യം 2 മണിക്കൂർ 39 മിനിറ്റ് ആയിരുന്നുവെങ്കിൽ ബാഹുബലി 2 2 മണിക്കൂർ 51 മിനിറ്റ് ആയിരുന്നു. എന്നാൽ നാളെ തിയേറ്ററിലെത്തുന്ന ബാഹുബലി ദി എപ്പിക്കിന് 3 മണിക്കൂർ 45 മിനിറ്റാണ് ദൈർഘ്യം. മലയാളം ഉൾപ്പെടെ 5 ഭാഷകളിലായി നാളെ തിയേറ്ററിലെത്തുന്ന ഈ സിനിമയ്ക്ക് മികച്ച റെസ്പോൺസ് വീണ്ടും കിട്ടും എന്ന് തന്നെയാണ് പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിംഗ് സൂചിപ്പിക്കുന്നത്. നിലവിൽ വേൾഡ് വൈഡ് പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിംഗിലൂടെ 12 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. കേരള പ്രീസെയിൽ കളക്ഷനായി 15 ലക്ഷം രൂപയും ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. വിഷ്ണു വിശാൽ നായകനായി പ്രവീൺ കെ സംവിധാനം ചെയ്യുന്ന തമിഴ് സിനിമയെ ആര്യൻ നാളെ തിയേറ്ററിലെത്തുകയാണ്. സെൽവരാഘവൻ, ശ്രദ്ധ ശ്രീനാഥ്, വാണി ഫോജൻ, വാണി കപൂർ, ജീവ സുബ്രഹ്മണ്യൻ, ചന്ദ്രു എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. മനു ആനന്ദ്, സംവിധായകൻ പ്രവീൺ കെ എന്നിവരാണ് ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. ഹരീഷ് കണ്ണൻ ഛായാഗ്രഹണവും സാൻ ലോകേഷ് എഡിറ്റിംഗും നിർവഹിക്കുന്നു. ജിബ്രാനാണ് ഈ സിനിമയ്ക്ക് സംഗീതം പറഞ്ഞിട്ടുള്ളത്. വിഷ്ണു വിശാൽ സ്റ്റുഡിയോസിന്റെ ബാനറിൽ വിഷ്ണു വിശാൽ തന്നെയാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. ഈ സിനിമയുടെ കേരളത്തിലെ വിതരണം ഏറ്റെടുത്തിട്ടുള്ളത് ദുൽഖറിന്റെ വേഫെയർ ഫിലിംസ് ആണ്. പുതുമുഖ താരനിരയെ അണിനിരത്തി നവാഗതനായ പ്രദീപ് നായർ തിരക്കഥ സംവിധാനം ചെയ്യുന്ന ചെറുക്കനും പെണ്ണും എന്ന മലയാള സിനിമ നാളെ ഒക്ടോബർ 31 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുകയാണ്. ശ്രീജിത്ത് വിജയ്, ദീപ്തി, അപർണ നായർ, മിഥുൻ എന്നിങ്ങനെയാണ് താരങ്ങൾ. രഞ്ജി രാജ് നിർമ്മിക്കുന്ന ഈ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് അരുൺ സിദ്ധാർത്ഥാണ്. ബിഗ് ബോസിലൂടെ ശ്രദ്ധേയനായ ഡോക്ടർ രജിത് കുമാർ പ്രധാന താരമായി അഭിനയിക്കുന്ന സ്വപ്ന സുന്ദരി എന്ന മലയാള സിനിമ നാളെ ഒക്ടോബർ 31 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുകയാണ്. ഡോക്ടർ ഷിനു ശ്യാമളൻ നായികയാകുന്ന ഈ സിനിമ KJ ഫിലിപ്പാണ് സംവിധാനം ചെയ്യുന്നത്. സ്വാമി ഗംഗേശാനന്ദ, സാജൻ പള്ളുരുത്തി, ജിൻഡോ ബോഡിക്രാഫ്റ്റ്, ശിവജി ഗുരുവായൂര്, നിഷാദ് കല്ലിങ്കൽ, സണ്ണി സംഗമിത്ര, ഫിറോസ് ബാബു എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് റോയിറ്റ സനൂപാണ്. എഡിറ്റിംഗ് ഗ്രേസൺ ACA. അന്യഗ്രഹ ജീവികളെ പ്രമേയമാക്കിയുള്ള കമാൻഡ്ര ഏലിയൻ എന്ന മലയാള സിനിമ നാളെ തിയേറ്ററിലെത്തുന്നു. അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ എത്തുന്നതിന്റെ കാരണങ്ങളും അവ എത്തിക്കഴിഞ്ഞാൽ മലയാളികൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതുമാണ് ചിത്രത്തിന്റെ പ്രധാന കണ്ടന്റ്. നന്ദകുമാർ ഫിലിംസിന്റെ ബാനറിൽ നന്ദകുമാറാണ് നിർമ്മിച്ച് സംവിധാനം ചെയ്യുന്നത്. പുതുമുഖ താരനിര അണിനിരക്കുന്ന ഈ സിനിമയുടെ ഛായാഗ്രഹണം, എഡിറ്റിംഗ് എന്നിവ നിർവഹിച്ചിരിക്കുന്നത് സാനു സിദ്ദീഖാണ്. സനിൽകുമാർ പള്ളിക്കുന്നമാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ദി ടാജ് സ്റ്റോറി എന്ന ബോളിവുഡ് സിനിമ നാളെ ഒക്ടോബർ 31 തിയേറ്ററിലെത്തുകയാണ്. തുഷാർ അമരീഷ് ഗോയൽ തിരക്കഥ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ പരേഷ് റാവൽ, സാക്കിർ ഹുസൈൻ, അമൃത ഖാൻവീക്കർ, നബിദ് ദാസ്, സ്നേഹ വാഗ് എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. വികരമായ ചരിത്രബോധം നിർമ്മിക്കാനാണ് ഈ സിനിമ ശ്രമിക്കുന്നത് എന്ന് ചരിത്ര പണ്ഡിതന്മാർ ഉൾപ്പെടെ ഇതിനകം തന്നെ വിമർശനം ഉന്നയിച്ചിട്ടുമുണ്ട്. ഓഗസ്റ്റ് 28 ഓണർ റിലീസായി തിയേറ്ററിൽ വമ്പ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. കല്യാണി പ്രിയദർശൻ, നസ്ലേൻ എന്നിവർ പ്രധാന താരങ്ങളെ ഡൊമിനിക് അരുൺ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്ന് രാത്രി 12 മണിയോടെ ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. ഇന്നലെ ബുധനാഴ്ച വരെയുള്ള 63 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ 121,81 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 64-ാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ച 2 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 121,83 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ 64 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 301,80 ലക്ഷം റേഞ്ചിലാണ്. കാന്താര ചാപ്റ്റർ 1 തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് 29 ദിവസമാണ് പിന്നിടുന്നത്. പ്രൈം വീഡിയോ വഴി ഇന്ന് രാത്രി 12 മണിയോടെ ഈ സിനിമയുടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ഇന്നലെ വരെയുള്ള 28 ദിവസം കൊണ്ട് കേരളത്തിൽ 55,06 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 29-ാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ച കേരളത്തിൽ 15 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 55,20 ലക്ഷത്തിന് മുകളിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. കർണാടകയിൽ ഇന്നലെ വരെയുള്ള 28 ദിവസം കൊണ്ട് 239,35 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ 29-ാം ദിവസം ഇന്ന് വ്യാഴാഴ്ചയോടെ 240 കോടിക്ക് മുകളിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്നലെ ബുധനാഴ്ച വരെ ഈ സിനിമ ലോകമെമ്പാടുമായി കളക്ട് ചെയ്തത് 824,75 ലക്ഷം രൂപയാണ്.
ഇന്ന് വ്യാഴാഴ്ചയോടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 827 കോടി റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഷറഫുദ്ദീൻ നായകനെ പ്രണീഷ് വിജയൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഒക്ടോബർ 16 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ദി പെറ്റി ഡിറ്റക്റ്റീവ്. ഈ സിനിമ ഇന്നലെ വരെയുള്ള 14 ദിവസം കൊണ്ട് കേരളത്തിൽ 9 കോടി 35 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 15 ദിവസം കൊണ്ട് കേരളത്തിൽ 9 കോടി 55 ലക്ഷം റേഞ്ചിൽ എത്തിക്കഴിഞ്ഞ ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി 14 കോടി റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത്. മാത്യു തോമസ് നായകനാകുന്ന നെല്ലിക്കാംപൊയിൽ നൈറ്റ് റൈഡേഴ്സ് തിയേറ്ററിലെത്തിയത് ഒക്ടോബർ 24 വെള്ളിയാഴ്ചയായിരുന്നു. നവാഗതനായ നൗഫൽ അബ്ദുള്ള സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്നലെ വരെയുള്ള 6 ദിവസം കൊണ്ട് കേരളത്തിൽ 2 കോടി 78 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. 7-ാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ച ഈ സിനിമയുടെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 20-25 ലക്ഷം റേഞ്ചിൽ തന്നെയാണ്. അങ്ങനെ 7 ദിവസം കൊണ്ട് 3 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തി നിൽക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ഒരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ലെങ്കിലും 4.5 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.